I'm very proud of this stage, and I wanted to tell this. Last year, I happened to be here for the annual day during, I think, December 22nd, I guess. Yeah. I remember the date because December entire മാസം എൻ്റെ മകനോട് ഞാനായിരുന്നു ഇതെന്താന്ന് ഇപ്പോൾ പറയുന്നത് അച്ഛൻ്റെ ക്ലാസ്സിൽ വരില്ല ഇന്ന് ക്ലാസ്സിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ ഒരു എൻറ്റയർ മന്ത് പ്രാക്ടീസിന് വേണ്ടി കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് വിറ്റ്നസ് ചെയ്തത്. ആൻഡ് അതിനു മുമ്പ് ഞാൻ ഇവിടെ പണ്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും വലിയ സ്റ്റേജ് ഞാൻ എന്തുകൊണ്ടാണ്, എനിക്ക് അന്നാണ് മനസ്സിലായത് ഇത്രയും വലിയ സ്റ്റേജ് എന്തിനാണ്. ഇത് വലിയൊരു സ്റ്റേജായിരുന്നു. ആ സ്റ്റേജിൽ എത്ര കുട്ടികൾ പെർഫോം ചെയ്തു എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ അതിന് ഒരു മാസം മുമ്പ്, കഴിഞ്ഞ ഡിസംബറിൽ ഒരു മാസം മുമ്പ് ഞാൻ ആഡ്മിറ്റ് ഫിലിംഫെയർ അവാർഡ്സ്. അപ്പോൾ ഫിലിംഫെയർ അവാർഡ്സിൽ അവിടുത്തെ പെർഫോമൻസസ്, കാരണം ചെറുപ്പം മുതൽ ഒത്തിരി ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു വേദിയാണ് ഫിലിംഫെയർ അവാർഡ്സ് എന്നത്. അപ്പോൾ അവിടെ പോയി ഞാൻ അവിടുത്തെ പെർഫോമൻസസും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാർ സ്റ്റൈൽ ഇടുന്ന ഒക്കെ കണ്ടിട്ട് വന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത് അതൊന്നുമല്ല എന്നാണ്. ഞാൻ കള്ളം പറയില്ല, ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയണം. അത്രയ്ക്ക് ഗംഭീരമാണ്. സാധാരണ നമ്മൾ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്രയോറിറ്റി ഉണ്ടായിരിക്കണം. പ്രയോറിറ്റി കഴിഞ്ഞാൽ നമ്മൾ പോകും. ഞാൻ അന്ന് വരാനുള്ള ഒരു പ്രധാന കാരണം എൻ്റെ മകൻ്റെ പെർഫോമൻസ് ഉണ്ടാകുന്നതാണ്. ആൻഡ് അതും അവൻ ആദ്യമായിട്ടാണ് അത്രയും ആക്റ്റീവായിട്ട് പരിപാടിയിൽ പങ്കെടുത്ത് അവൻ ഡാൻസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. അവരപ്പോൾ ഡാൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ താല്പര്യമില്ല, ഇഷ്ടമല്ല, പഠിക്കാനും ഇഷ്ടമല്ല, അതിനോട് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞയാൾ ഈ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് അവരെ കൊണ്ടതിൽ പങ്കെടുപ്പിച്ച് ഞാൻ അന്ന് ചെയ്തത് ആസ് എ ഫാദർ ഞാൻ ഒത്തിരി ഹാപ്പിയായിരുന്നു, പ്രൗഡായിരുന്നു. അതിന് ഈ സ്കൂളിൽ ഞാൻ താങ്ക്സ് പറയണം. അന്നത്തെ പെർഫോമൻസ് ഞാൻ ആ 2-3 hours ശരിക്കും എൻ്റർടൈൻഡായി. ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാധാരണ പാരന്റൽ രീതിയിൽ നമ്മൾ ചിന്തിക്കുക എനിക്ക് പോകാൻ വേണ്ടി പോകുന്ന സമയമായി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ജനറലി ഇപ്പോൾ പാരൻസ് ഉണ്ടാകുന്നത്. പക്ഷേ എനിക്കൊരു എഴുന്നേക്കാൻ പറ്റിയില്ല. ഞാൻ ആ പരിപാടിയിൽ അങ്ങനെ ഇരുന്ന ചില പെർഫോമൻസസ് കണ്ടിട്ട് അയ്യോ ഒരു ബ്ലൂ ഡ്രസ്സിൽ ബ്ലൂ കോസ്റ്റ്യൂമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. അത് മാച്ച് ചെയ്യാൻ പറ്റില്ല. അതിഗംഭീര പെർഫോമൻസ് ആണ്. എന്നോട് ആരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ എൻ്റെ സ്കൂളിൽ വാട്ട് മേഡ് മീ വാട്ട് ഐ ആം എന്നുള്ളത് ഞാൻ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് എൻ്റെ സ്കൂളിലാണ്. ഞാനൊരു മകനോട് ഞാൻ പറയാം, ഇനീഷ്യലി ചെറുപ്പത്തിൽ I believe that I was good for nothing. ഞാനൊന്നും പഠിക്കില്ലായിരുന്നു, സ്പോർട്സിൽ പോയില്ലായിരുന്നു, കോകരിക്കുലർ ആക്ടിവിറ്റീസിലില്ലായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച സ്കൂള് ഇറ്റ് വാസ് സോ ബിഗ്, ഒത്തിരി വലുതായിരുന്നു. എനിക്ക് അതിനെല്ലാം ഉള്ള ചാൻസസ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് വിത്ത് ഫെയിലിയേഴ്സ്. അവിടെ നിന്ന് ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ ക്ലാസ്സിന് പുറത്തുനിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ എവിടെയും ഞാൻ പറയുന്നില്ല. അക്കാഡമിക്സ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു 8 to 10 സബ്ജക്ട്സ്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഔട്ട് ഓഫ് സിലബസിലാണ്. നമ്മൾ ഒരിക്കലും ഈ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ പോകുന്നില്ല. യു ഹാവ് ടു ബി കേപ്പബിൾ, യു ഹാവ് ടു ബി റെഡി ടു ഫേസ് ദിസ് വേൾഡ്. ആൻഡ് ഇറ്റ്സ് വേൾഡ് സോ ബിഗ്, വേൾഡ് ഇസ് സോ ബിഗ്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഞാൻ കുറേ കൺസർവേറ്റീവ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചിരുന്നത്. കാരണം നമുക്ക് ഇത്രയ്ക്ക് കരിയർ ഓപ്ഷൻസ് ഉള്ളൂ, ഇത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പഠിച്ചത് അത് ആ ഒരു ഫോക്കസ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ 11th ഞാൻ കോമേഴ്സ് എടുത്തു, അല്ലെങ്കിൽ ബികോം ചെയ്തു, MBA ചെയ്തു. സോ ദാറ്റ് കരിയർ എനിക്കൊരു സേഫ് ആയിട്ടുള്ള കരിയർ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, പക്ഷേ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ 90% ആൾക്കാരും ഞങ്ങൾ ആ ജോലിയല്ല ചെയ്യുന്നത്. വി ആർ ഡൂയിങ് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ വന്നത് അവിടെ നിന്ന് പൊട്ടി ഞാൻ വേറൊരു ലോകത്തേക്ക് വന്നു. എൻ്റെ മറ്റു പല സുഹൃത്തുക്കളും മറ്റു പല കാര്യങ്ങളിലേക്ക് പോകുന്നു. എൻ്റെ വൈഫാണെങ്കിലും പഠിച്ചത് മറ്റൊന്ന്, പക്ഷേ മ്യൂസിക് ആൻഡ് മ്യൂസിക് അത് പേഴ്സ്യൂ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. എനിക്കൊന്നും അതൊരു വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നു. അത് നിങ്ങൾ ആ ടേസ്റ്റ് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് ഈ സ്കൂളായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ മകനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്കൂളിൽ എന്ത് പരിപാടിക്കാണെങ്കിലും ഞാൻ ഫുൾ ഓണായിരിക്കും. ഞാൻ ഇന്നുവരെ മാർക്ക് കുറഞ്ഞതിന് ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കുന്നതിന് എനിക്ക് മോശമായിട്ട് ഞാൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. പറയും, അത് വളരെ ലിമിറ്റഡാണ്. പക്ഷേ സ്കൂളിലെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാത്തതിനാണ് എനിക്ക് ഇത്തവണ ഡയറി ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ ഡയറി ഫില്ല് ചെയ്തിട്ട് ഇനീഷ്യലി നമ്മൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് എഴുതാൻ നേരമാണ്
ഞാൻ അവരുടെ ഏറ്റവും വലിയ തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണം ഇതിനെന്താ ചെയ്യാതെ അതിനെന്താ ചെയ്യാതെ ചോദിക്കുമ്പോൾ അവന് താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സ്കൂളിൽ പോകേണ്ടത്. കാരണം നമ്മൾ പാരൻസിനോട് ഇവിടെയുള്ള പാരൻസിനോട് എനിക്ക് ഒരു വലിയ റിക്വസ്റ്റാണ്, നമ്മൾ കുട്ടികളെ എല്ലാ ആക്ടിവിറ്റീസിലും വിടണമെന്ന് ഞാൻ സത്യമായിട്ട് അത് പ്രൂവ് ഒരു ഭാവിയിൽ അവരുടെ ലൈഫ് സെറ്റ് ആവാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും.